നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ പഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഭക്തിയുടെ നിറവിൽ ചാലക്കുടി മരത്തോമ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനം വകുപ്പ്. ദേശീയപാത കൊടകരയിൽ മേൽപ്പാലത്തിനു സമീപം മരം കയറ്റി വന്നിരുന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ തരിശുരഹിത മറ്റത്തൂരാകാൻ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറെടുക്കുന്നു. ഈ പദ്ധതിക്ക് അടക്കം 15 കോടി രൂപയാണ് വ്യാഴാഴ്ച വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അവതരിപ്പിച്ച പഞ്ചായത്ത് ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി വകയിരുത്തിയിട്ടുള്ളത്. മുൻ വർഷത്തെ നീക്കിയിരിപ്പുൾപ്പെടെ 76.67 കോടി രൂപ വരവും 73.86 കോടി രൂപ ചെലവും 2.8 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് പദ്ധതിക്ക് 6 കോടിയും മാലിന്യമുക്ത പഞ്ചായത്ത് പദ്ധതിക്ക് 1 കോടിയും ആരോഗ്യ മേഖലയ്ക്ക് 45 ലക്ഷവും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സനല ഉണ്ണികൃഷ്ണൻ, VS നിജിൽ, ഷൈബി സജി, KR ഔസേബ് എന്നിവർ സംസാരിച്ചു. രൂപയോളമുള്ള സാമ്പത്തിക പ്രയോജനം പഞ്ചായത്തിലെ കർഷകർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അഭിമാനപൂർവമായ നേട്ടമായി കരുതുന്നു. കാർഷിക മേഖലയിൽ പുതിയ കാൽവെപ്പായ മറ്റത്തൂർ മട്ടയുടെ വിജയ തുടർച്ചയ്ക്കും സമഗ്ര നെൽകൃഷിക്കും വികസനത്തിനുമായി 1,40,00,000 രൂപയും തെങ്ങ്, ജാതി, വാഴ, അടയ്ക്ക, ഔഷധ സസ്യം എന്നിങ്ങനെയുള്ള നവകേരള നിർമ്മിതിയുടെ ഭാഗമായ തരിശുരഹിത പഞ്ചായത്തായി മാറ്റുന്നതിന് 10 ലക്ഷം രൂപയും ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ടുള്ള മാലിന്യ സംസ്കരണം തുടങ്ങി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെ എത്തി നിൽക്കുന്ന വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മറ്റത്തൂർ പഞ്ചായത്തും മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിലെ 69 അതിദാരിദ്ര്യ വിഭാഗങ്ങളെ കണ്ടെത്തുകയും അതിൽ 59 പേര് നമുക്ക് അതിദാരിദ്ര്യം മുക്തമാക്കാൻ. ഭക്തിയുടെ നിറവിൽ ചാലക്കുടി മരത്തോമ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി നെടുമ്പിള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് ക്രമം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി രജീഷ് നാരായണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ആശ സുരേഷിന്റെ സോപാന സംഗീത അർച്ചനയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ് കർമ്മം നടന്നത്. തുടർന്ന് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. രാത്രി 8:45 കൊടിപ്പുറത്ത് വിളക്ക്, വിളക്കിനെഴുന്നള്ളിപ്പ്, പ്രസാദ ഊട്ട് എന്നിവയുണ്ടായിരിക്കും. മാർച്ച് 25 തീയതി ആറാട്ടോടെ തിരുവുത്സവം സമാപിക്കുന്നതാണ്. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ക്ഷേത്രം ട്രസ്റ്റി I സദാനന്ദൻ, കരയോഗം സെക്രട്ടറി KB മുരളീധരൻ, ക്ഷേത്രം സെക്രട്ടറി E ആനന്ദകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ചാലക്കുടി മരത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ മാർച്ച് 18 മുതൽ 25 തീയതി വരെ നടക്കുന്ന തിരുവുത്സവത്തിന് ഇന്ന് കൊടിയേറിയിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും എത്തി ഭഗവാന്റെ അനുഗ്രഹം നേടുവാനായിട്ട് വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും എല്ലാ ചടങ്ങിലും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട്
പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനം വകുപ്പ്. കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വനം വകുപ്പ്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനം വകുപ്പ്. കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വനം വകുപ്പ്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ചിറങ്ങരയിൽ ഇന്നലെയും പുലിയെ കണ്ടതായി നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനം വകുപ്പ്. ബുധനാഴ്ച വൈകിട്ട് 4:30 ആകാശ നിരീക്ഷണം നടത്തുമ്പോൾ 2 ദിവസം മുൻപ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പുലിയെ കണ്ട വീടിന്റെ പുറകിലായി പോത്തിനെ അഴിക്കുവാൻ പോയ പരിസരവാസി കണ്ണമ്പുഴ ഡേവിസ് പുലിയെ കണ്ടതായി പരിശോധക സംഘത്തെ വന്ന് അറിയിക്കുകയും തുടർന്ന് അവിടെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പുലിയെ കണ്ടെത്താൻ നിലവിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി 5 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. മംഗലശ്ശേരി, വഴിച്ചാൽ വാർഡുകളിലാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ പുലിയെ കണ്ടതിന് സമീപമുള്ള 3 വാർഡുകൾക്ക് പുറമെ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ നിരീക്ഷണവും നടത്തിവരുന്നു. വൈഗ ത്രെഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണവും നടത്തി. ഇതോടൊപ്പം പുലിയെ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂട് വയ്ക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയെന്ന് റേഞ്ച് ഓഫീസർ വിജയ് ജീഷ്മ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചിറങ്ങരയിൽ എത്തിയ പുലി വളർത്തുനായയെ പിടികൂടിയതോടെ പ്രദേശത്തെ ജനങ്ങൾ പരിഭ്രാന്തിയിലാകുകയായിരുന്നു. തുടർന്ന് ചിറങ്ങരയുടെ വിവിധ ഭാഗങ്ങളിൽ പാദം പുലിയുടേതാണെന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ രാത്രി വഴിച്ചാൽ റെസിഡൻസ് അസോസിയേഷന്റെ ക്യാമറയിൽ പതിഞ്ഞ പുലിയെന്ന് നാട്ടുകാർ സംശയിച്ച ജീവി നായയാണെന്ന് വനം വകുപ്പ് പരിശോധനയിൽ തെളിഞ്ഞു. ഇതിനു പുറമെ കൊരട്ടി മഠംകുളം ഭാഗത്ത് കണ്ടെന്നു പറയുന്ന പാദവും നായയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മേലൂർ പൂലാനിയിൽ കണ്ടതായി പറയുന്ന ജീവി മ്ലാവ് ആണെന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. പരമാവധി രാത്രി സമയത്തും പുലർച്ചെയും ഒറ്റയ്ക്കുള്ള സഞ്ചാരങ്ങൾ ഈ മേഖലയിൽ ഒഴിവാക്കണമെന്നും എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ വനം വകുപ്പിനെ അറിയിക്കേണ്ടതാണ്. ആകാശ നിരീക്ഷണത്തിന് റേഞ്ച് ഓഫീസർ വിജയ് ജീഷ്മ, തഹസീൽദാർ PK ജേക്കബ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ PV അജയകുമാർ, ആൽബിൻ ആന്റണി, RR ടീം, പഞ്ചായത്ത് അംഗം വർഗീസ് പയ്യപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിൽ നടന്നുവരുന്ന ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി വാടാനപ്പള്ളി മേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പിടികൂടി. എങ്ങണ്ടിയൂർ സ്വദേശി വെങ്കിടി വീട്ടിൽ 36 വയസ്സുള്ള അഖിൽ എന്നയാളെയാണ് പോലീസ് പിടികൂടിയത്. ചേറ്റുവ കടവിലുള്ള റോഡരികിൽ കല്ലുമ്മക്കായ, കക്കയിറച്ചി എന്നിവ വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഹാഷിഷ് ഓയിലുമായാണ് പ്രതിയെ പിടികൂടിയത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ സുനീഷ് NR എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മാർച്ച് 31 കേരള സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കൊരട്ടി പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ക്യാപ്റ്റനായിട്ടുള്ള ജാഥയ്ക്ക് കൊരട്ടി സെന്റർ, മഞ്ഞളിക്കെട്ട്, ദേവമാത, വഴിച്ചാൽ, ചിറങ്ങര എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ജാഥയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ നവകേരള ശുചിത്വ മിഷൻ ഡയറക്ടർ ദിദിക C നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. പാലക്കാട് IRTC മേഖലാ കോർഡിനേറ്റർ VK സോമനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഹരിത സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് പ്രഖ്യാപനം, ശുചിത്വ കവല പ്രഖ്യാപനം, കൊരട്ടി പള്ളിയെ ഹരിത തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കൽ, ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം, ഹരിത അങ്കണവാടികൾ, ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം എന്നിവ സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്തിലെ മികച്ച ഹരിത സ്കൂളായി കൊരട്ടി പഞ്ചായത്ത് സ്കൂളിനെയും ഹരിത സ്ഥാപനമായി പൊങ്ങം നൈപുണ്യ കോളേജിനെയും മികച്ച ഹരിത വാർഡായി വാർഡ് 12 ചെറ്റാരിക്കലിനെയും തെരഞ്ഞെടുത്തു. ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങളിലെ മികവിന് കൊരട്ടി പഞ്ചായത്ത് ഹരിതകർമ്മസേനയെ ആദരിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത KS, ജോമോൻ ജേക്കബ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗ്രേസി സ്കറിയ, വർഗീസ് പയ്യപ്പള്ളി, PG സത്യപാലൻ, ഷിമ സുധിൻ, ലിജോ ജോസ്, PS സുമേഷ്, റെയ്മോൾ ജോസ്, ജൈനി ജോഷി, പോൾ C പോൾ, MR രമ്യ എന്നിവർ പ്രസംഗിച്ചു. മാർച്ച് 30 കൊരട്ടി പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.
ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ, നമുക്കറിയാം നമ്മൾ സമയബന്ധിതമായി ഈ പരിപാടി ക്യാമ്പയിൻ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു 4 മണിക്ക് ആരംഭിച്ച് 6 മണിയോടുകൂടി അതിൻ്റെ സമാപന സമ്മേളനത്തോടുകൂടി നമ്മൾ ഈ പദയാത്ര അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കം ഉദ്ഘാടനം നമ്മുടെ ഹരിത കേരള മിഷൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ് അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതിനുശേഷം ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചതിന് ശേഷം 3 കേന്ദ്രങ്ങൾ കൂടി പിന്നിട്ടാണ്. നമ്മൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലേ? എന്തെല്ലാം ആ അമ്മയ്ക്കും അച്ഛനും ആ കുട്ടിയുടെ കളിപ്പാട്ടത്തെക്കുറിച്ച് അല്ലെ എന്തെല്ലാം സ്വപ്നങ്ങൾ ആ കുട്ടി വളർന്ന് വലുതാവുന്നതിനെക്കുറിച്ച്. ദേശീയപാത കൊടകരയിൽ മേൽപ്പാലത്തിന് സമീപം മരം കയറ്റി വന്നിരുന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. ബുധനാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ടിയുടെ ടയർ പൊട്ടിയാണ് അപകട കാരണം. ഡ്രൈവറടക്കം 3 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. ഭവന നിർമ്മാണത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 28,16,07,344 രൂപ വരവും 27,08,53,200 രൂപ ചെലവും 1,75,04,144 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അവതരിപ്പിച്ചു. ആരോഗ്യമേഖല, കാർഷിക മേഖല, മൃഗസംരക്ഷണ മേഖല, വനിതാ പദ്ധതികൾ, കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക പദ്ധതികൾ എന്നിവ ബജറ്റിൽ ഉൾപ്പെടുത്തി. മാലിന്യ സംസ്കരണത്തിനും ജലസംരക്ഷണത്തിനും ആവശ്യമായ തുക നീക്കിവച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളും ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തുകളാക്കുവാനും ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് 1,36,12,800 രൂപയും 56 ലക്ഷം രൂപ ആരോഗ്യ മേഖലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 13 ലക്ഷവും മൃഗസംരക്ഷണത്തിൻ്റെ ഭാഗമായി വെറ്റിനറി ആംബുലൻസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഭിന്നശേഷിക്കാർക്കായി 63,50,000 രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. വനിതാ പദ്ധതികൾക്കായി 2 കോടി രൂപയും ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമായി 40,38,500 രൂപയും ജലസംരക്ഷണത്തിനും 40,38,500 രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, കല, കായികം, സംസ്കാരം എന്നിവയ്ക്കായി 42,10,000 രൂപയും വ്യവസായ വികസനത്തിന് 37,50,000 രൂപയും വയോജനക്ഷേമത്തിന് 26 ലക്ഷം രൂപയും മാറ്റിവച്ചിട്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK ജേക്കബ്, CV ആന്റണി, ബീന രവീന്ദ്രൻ, സെക്രട്ടറി പ്രദീപ് PG തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ബ്ലോക്കിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വികസനത്തിന്റെ വിഹിതം എത്തുന്ന ബഡ്ജറ്റാണ് സസന്തോഷം അവതരിപ്പിക്കുന്നത്. സുസജ്ജമായ ആരോഗ്യ മേഖല, മാറ്റങ്ങളെ സ്വീകരിക്കുന്ന കാർഷിക മേഖല, നൂതന സൗകര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന മൃഗസംരക്ഷണ മേഖല, 2 കോടിയിലധികം നീക്കിയിരിപ്പുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ, 1/2 കോടിയിലേറെ രൂപ നീക്കിവെച്ചിരിക്കുന്ന വനിതാ പദ്ധതികൾ, കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക പദ്ധതി. എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാ ജനപ്രതിനിധികളെയും സാമൂഹ്യ പ്രവർത്തകരെയൊക്കെ വിളിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുക. പോരായ്മകളും നല്ല കാര്യങ്ങളും പോരായ്മ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തി പോകാവുന്ന കാര്യങ്ങൾ തിരുത്തി പോകാവുന്നതാണെന്നും നല്ല കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ നല്ലതാണെന്ന് പറയാനുള്ള ഒരു ദൗത്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. ചാലക്കുടി വെട്ടുകടവിന് സമീപം വീടിന് ഭാഗികമായി തീപിടിച്ചു. അയ്യങ്കുളം ചന്ദ്രന്റെ വീടിനാണ് തീപിടിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. ഗൃഹോപകരണങ്ങൾ കത്തി നശിച്ചു. തീപിടിച്ച സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ചാലക്കുടിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമ്പൂർണ്ണ പാർപ്പിട ഗ്രാമം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനും കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കായി 3 കോടി രൂപയും പഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുടെ നവീകരണത്തിന് 2 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 2 കോടി രൂപയും നീക്കിവെച്ചുകൊണ്ടുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ പ്രധാന ആവശ്യമായ ആധുനിക ക്രിമിറ്റോറിയത്തിന് സ്ഥലം ലഭിക്കാത്ത സാഹചര്യത്തിൽ മൊബൈൽ ക്രിമിറ്റോറിയം തയ്യാറാക്കുവാൻ 15 ലക്ഷം രൂപ അനുവദിച്ചു. കായിക വികസനത്തിന് 20 ലക്ഷം, ആരോഗ്യ ഗ്രാമം പദ്ധതിക്കായി 10 ലക്ഷം, പട്ടികജാതി വികസനത്തിനായി 63,63,000 രൂപ, സാംസ്കാരിക മേഖലയ്ക്കായി 1,50,000 രൂപ, പഞ്ചായത്ത് മേളയ്ക്ക് പ്രത്യേകമായി 1,20,000 രൂപ എന്നിവ വകയിരുത്തി. ഉൽപ്പാദന മേഖലയ്ക്ക് 2,27,50,000 രൂപയും സേവന മേഖലയ്ക്ക് 9,58,45,000 രൂപയും വകയിരുത്തി. 31,63,11,018 രൂപ വരവും
30,37,10,000 രൂപ ചെലവും 1,26,118 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ P. വിമൽകുമാർ, രാഖി സുരേഷ്, മോഹിനി കുട്ടൻ, പഞ്ചായത്ത് അംഗം മോളി തോമസ്, സെക്രട്ടറി AV അനുപമ തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഈ വർഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിട്ട് മാലിന്യമുക്ത ഗ്രാമം എന്നുള്ള പദ്ധതി വിഭാവനം ചെയ്യണം. നാടിൻ്റെ വികസനവും വളർച്ചയും നിലനിർത്തുന്നതിനോടൊപ്പം നാടിനെ ശുചിത്വമുള്ളതും സുന്ദരമായതുമായ ഗ്രാമവുമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മാലിന്യ സംസ്കരണവുമായി വാതിൽപ്പടി സേവനവും മെറ്റീരിയൽ കളക്ഷൻ പഞ്ചായത്ത് പ്രഖ്യാപനമാണ് നമ്മൾ സർക്കാർ നിർദ്ദേശപ്രകാരം നൽകി. അത് ഈ മാസം 28-ാം തീയതി നമുക്ക് പറഞ്ഞപ്പോൾ ഇന്നലെ നമുക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡേറ്റ് തന്നിട്ട് തന്നു. സമിതി അംഗങ്ങളെ അറിയിച്ചിട്ടില്ല. അങ്ങനെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. 28-ാം തീയതി രാവിലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ MCFിൻ്റെ നിർവഹിച്ച MCSയുടെ ഉദ്ഘാടനവും മാലിന്യമുക്ത പഞ്ചായത്തായിട്ടുള്ള പ്രഖ്യാപനവും കൂടി നമുക്ക് നടത്താനുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ജില്ലയിലെ 56 പഞ്ചായത്തിലെ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,310 രൂപ, പവന് 66,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ പഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഭക്തിയുടെ നിറവിൽ ചാലക്കുടി മരത്തോമ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനം വകുപ്പ്. ദേശീയപാത കൊടകരയിൽ മേൽപ്പാലത്തിനു സമീപം മരം കയറ്റി വന്നിരുന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.